അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD അല്ലെ, അതെന്താണ് OPD വഴിയുള്ള അഡ്മിഷൻ IPD-യിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് അല്ലെ. ഫസ്റ്റ് എന്താണ് റിസീവിംഗ് ദ പേഷ്യൻസിനെ സ്വീകരിക്കുക അല്ലെ. എന്താണ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിനെ സ്വീകരിക്കുക. രണ്ടാമത് വരുന്നത് എന്താ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ അല്ലെ. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള സോഷ്യൽ ഡാറ്റാസ്, അവരുടെ പേര്, വയസ്സ്, ഏജ് അല്ലെ, അങ്ങനെയുള്ള അഡ്രസ്, അങ്ങനെയുള്ള സോഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുക. മൂന്നാമത് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD അല്ലെ. OPD-യില് ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിലുള്ള എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെ, ചെക്കപ്പ് എങ്ങനെയായിരിക്കണം അല്ലെ. നാലാമത് പറഞ്ഞത് എന്താണ് OPD-യിലെ ഡോക്ടർ ചെക്കപ്പുകൾ അല്ലെ. ഒക്കെ കഴിഞ്ഞതിന് കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഡോക്ടർ പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റുകളോ എക്സ്റേയോ അങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ നോക്കിയതിനു ശേഷം ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാണ് അല്ലെ അഡ്മിറ്റ് ആക്കാനായിട്ട്. ആണോ? അങ്ങനെ അഡ്മിറ്റ് ആക്കി കൺസൾട്ടേഷൻ കഴിഞ്ഞു ഡോക്ടർ എന്ത് പറയാണ്, പേഷ്യൻസിനോട് അഡ്മിറ്റ് ആവാൻ പറയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, OPD-യിൽ നിന്ന് IPD-യിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. പേഷ്യൻസിന് എന്താണ്, ഇപ്പൊ നമ്മൾ OPD-യിലാണ് നിൽക്കുന്നത് പേഷ്യൻസ്, അതിനുശേഷം IPD-യിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ട ട്രാൻസ്പോർട്ടിംഗ് സൗകര്യം എങ്ങനെയായിരിക്കണം, എന്താണ് പേഷ്യൻസ് അധികം സിക്കല്ല അല്ലെ, അവർക്ക് നടക്കാമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാ, നഴ്സിന്റെ ഒപ്പം അല്ലെങ്കിൽ വാർഡ് അറ്റൻഡറിന്റെ ഒപ്പം എന്താണ് ആ വാർഡിലേക്ക്, അവർക്ക് പറഞ്ഞിരിക്കുന്ന കൺസേൺഡ് വാർഡിലേക്ക് അവർ പോവുക. അതല്ല പേഷ്യൻസ് സിക്കാണ്, അവർക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അവര് വീക്കാണ് അല്ലെ, അങ്ങനെയുണ്ടെങ്കിൽ അവരെന്താണ് വീൽ ചെയറിൽ ആ കൺസേൺഡ് വാർഡിലേക്ക് അവരെ കൊണ്ടുപോകുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പേഷ്യൻസിനെ ആംബുലൻസിലാണ്, ക്രിട്ടിക്കൽ രീതിയിലാണ് അല്ലെ, ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് പേഷ്യൻസിനെ കൊണ്ടുവന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, പേഷ്യൻസിനെ സ്ട്രക്ചറിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ചിലപ്പോൾ അവർ ICU-യിലേക്കോ അല്ലെ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് ആയിരിക്കും അല്ലെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പേഷ്യൻസിനെ എന്താണ് സ്ട്രക്ചറിലാണ് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് എന്താണ്, അങ്ങനെ കൊണ്ടുപോയി OPD-യിൽ നിന്ന് IPD-യിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഓരോ വാർഡിലെയും അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും ഒരു കൺസേൺഡ് ഒരു സിസ്റ്റർ ഉണ്ടാവും അല്ലെ, ഡ്യൂട്ടി ഉള്ള സിസ്റ്റർ ഉണ്ടാവുമല്ലോ, ഇൻചാർജ് ഉള്ള വാർഡില് അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും അല്ലെ ഇൻചാർജ് ഉള്ള നേഴ്സ് ഉണ്ടാവും അല്ലെ. ആ നേഴ്സ് എന്ത് ചെയ്യുക, ആ പേഷ്യൻസിനെ സ്വീകരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിനെ സ്വീകരിക്കുന്ന സമയത്ത് ആ നേഴ്സിനുള്ള ഡ്യൂട്ടീസ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താണ്, പ്രിപ്പയർ റൂം അല്ലെ. എന്ത് ചെയ്യണം, നേഴ്സ് പേഷ്യൻസിന് വേണ്ട നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള റൂം തയ്യാറാക്കി കൊടുക്കുക. പിന്നെന്താ, സെറ്റ് ആക്കി കൊടുക്കുക അല്ലെ. അവിടെ എന്താണ്, റൂമില് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അല്ലെ ഉചിതമായിട്ടുള്ള രീതിയിൽ ബെഡ് അറേഞ്ച്മെന്റ്സുകൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഐഡന്റിഫൈ സെൽഫ് അല്ലെ. എങ്ങനെയായിരിക്കണം പേഷ്യൻസിനെ നേഴ്സ് സ്വീകരിക്കേണ്ടത്, വാമായിട്ട് അല്ലെ, വാം അപ്രോച്ച് അല്ലെ, ഊഷ്മളമായ രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പേഷ്യൻസിനെ സ്വീകരിക്കുക. നെക്സ്റ്റ് ഓറിയന്റ്, മൂന്നാമത്തെ ഡ്യൂട്ടി എന്താ പറഞ്ഞിരുന്നത്, ഓറിയന്റ് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിനെ എന്ത് ചെയ്ത് കൊടുക്കണം, ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി കൊടുക്കണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അല്ലെ നേഴ്സ്. അപ്പൊ അതാണ് മൂന്നാമത്തെ ഡ്യൂട്ടി, ഓറിയന്റ് പേഷ്യൻസ്. നാലാമത് പറയുന്നത് എന്താണ്, ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു, എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നഴ്സസ് കളക്ട് ചെയ്യേണ്ടതുണ്ടോ മെഡിക്കൽ റെക്കോർഡിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നഴ്സിന്റെ നാലാമത്തെ ഡ്യൂട്ടി, എന്താണ് ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു, പേഷ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അത് മിസ് കഴിഞ്ഞ ദിവസം എടുത്താണ്, ജസ്റ്റ് ഒന്നുകൂടി മിസ് ഒന്ന് റിവൈസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ 6th പറയുന്നത് എന്താണ്, പ്രിലിമിനറി ഒബ്സർവേഷൻ അല്ലെ. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള പ്രിലിമിനറി ഒബ്സർവേഷൻ നടത്തുക. എന്താണ്, ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെ. എന്താണ്, ഇപ്പൊ നമുക്ക് ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, എന്ത് ചെയ്യും, നമ്മുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകില്ലേ, ഇങ്ങനെയാണോ?
പിന്നെ എന്താണ് പേഷ്യൻസിന് ഡിസ്കളറേഷൻ, അവരുടെ സ്കിന്നില് എന്തെങ്കിലും ഡിസ്കളറേഷൻ വരിക, മഞ്ഞപ്പിത്തം, സൈനോസിസ് അല്ലെ, എന്താണ് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരാ, അല്ലെങ്കിൽ ഫീവർ കൂടുക, അല്ലെങ്കിൽ എന്താണ് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുമ്പോഴേക്കും എന്താണ് നമ്മുടെ സ്കിന്നിന്റെ കളറിലെ വേരിയേഷൻസ്, കളർ ചേഞ്ചുകൾ വരും. അങ്ങനെ എന്തെങ്കിലും സൈനോസിസ് പ്രോബ്ലംസ് ഉണ്ടോ, ഫേഷ്യൽ പാരാലിസിസ് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് നോട്ട് ചെയ്തതിനു ശേഷം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കെയർ, ട്രീറ്റ്മെന്റ് കൊടുക്കുക. നെക്സ്റ്റ് 7th പറയുന്നത് എന്താണ്, ചാർട്ടിങ്. പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചാർട്ട് ചെയ്യേണ്ടതില്ലേ IPDയില്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്? എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ ഓരോരുത്തരായിട്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം പേഷ്യൻസിനെ കുറിച്ച് വേണ്ടത്? എടുത്തിട്ടില്ല, മിസ് എടുത്തിട്ടില്ല, മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. മുന്നേയുള്ള റെക്കോർഡുകൾ, ലാബ് ടെസ്റ്റ്, മറ്റു കാര്യങ്ങളെല്ലാം, റിസൾട്ടുകൾ അല്ലെ, ടെസ്റ്റ് റിസൾട്ടുകൾ വേണം, ക്ലിനിക്കൽ ഹിസ്റ്ററി വേണം, പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയുള്ള ഡേറ്റ് അല്ലെ, ടൈം, അതൊക്കെ നോട്ട് ചെയ്യണ്ടേ? അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, അവരുടെ മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് അല്ലെ, മാനസികാവസ്ഥ എങ്ങനെയാണ് അല്ലെ? നോക്കാം, നമുക്ക് എടുക്കാം. ഫസ്റ്റ് വരുന്നത് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്. എന്താണ് പേഷ്യൻസിന്റെ റെക്കോർഡില് പേഷ്യൻസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെ എല്ലാ ഇൻഫോർമേഷൻസും റെക്കോർഡ് ചെയ്യണം അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെ, അവർക്ക് എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, അവരുടെ സോഷ്യൽ ഡാറ്റാസ് അല്ലെ, അതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടേ? അലർജീസ് ഉണ്ടോ അല്ലെ, അലർജി പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും പേഷ്യൻസിന്റെ റെക്കോർഡില് റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തണം. നെക്സ്റ്റ്, ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽ, കംപ്ലൈന്റ്സ് ഓഫ് ദി ക്ലയൻസ്, എനി അലർജീസ് ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്. എന്തൊക്കെ വേണം? പേഷ്യൻസിനെ അഡ്മിറ്റ് ക്ലിയർ ആയിട്ട് അല്ലെ, കൃത്യമായിട്ട് പേഷ്യൻസിനെ എന്നാണ് അഡ്മിറ്റ് ആക്കിയത് ആ ഡേറ്റ് ഉണ്ടായിരിക്കണം, ടൈം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെ, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള സോഷ്യൽ ഡാറ്റാസ്, അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. കൂടാതെ ചില പേഷ്യൻസിന് എന്താണ് ഈ ഒരുപാട് ദേഷ്യമുള്ള അല്ലെ, മിഫ്ഡ്, അതായത് പെട്ടെന്ന് കോപാകുലരാകുന്ന പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ? അവര് ക്യൂയിൽ നിൽക്കുമ്പോ തന്നെ, നമുക്ക് രജിസ്ട്രേഷൻ നടത്താനായിട്ട് നിൽക്കുമ്പോ തന്നെ ഒരിത്തിരി നേരം വൈകി കഴിഞ്ഞാൽ അവർ ഷൗട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷൗട്ട് ചെയ്യല്ലേ, പെട്ടെന്ന് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അപ്പൊ അവർക്ക് കംപ്ലൈന്റ്സുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഡോക്ടറുടെ റൂമിന്റെ മുമ്പിൽ, കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിലരല്ലേ പെട്ടെന്ന് പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലേ, റെസ്പോണ്ട് ചെയ്യില്ലേ അവര്? അതല്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പരിചരണത്തില് അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ പറയാ, അതല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ, അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈന്റ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ പേഷ്യൻസിന്റെ റെക്കോർഡിൽ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? കംപ്ലൈന്റ്സ് ഓഫ് ദി ക്ലയന്റ് ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് എനി അലർജീസ് അല്ലെ. ഇപ്പൊ എന്താണ് ചില പേഷ്യൻസിന് ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്താണ് പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോഴൊക്കെ അവർക്ക് ചിലപ്പോൾ അലർജി വരാം അല്ലെ, വൊമിറ്റിങ് വരാം, അബ്ഡോമിൻ പെയിന് വരാം, അല്ലെങ്കിൽ അവരിങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു പൊന്തു അല്ലെ, മുഖമൊക്കെ ചുണ്ടൊക്കെ വീർത്ത് മുഖമൊക്കെ തടിച്ചു പൊന്താലോ? കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ അലർജി പ്രോബ്ലംസ്? ചിലർ കുഴഞ്ഞു പോകും അല്ലെ,
ചിലർക്ക് ഒരു കുഴച്ചിൽ വരാം. അപ്പൊ അങ്ങനെയുള്ള അലർജി പ്രോബ്ലംസ് എന്തെങ്കിലും മരുന്നുകൾക്ക് അലർജി എന്താണ് എന്തിനാണ് പെയിൻ കില്ലേഴ്സിനാണോ? വെഞ്ഞൊക്കെ ഉണ്ട് അല്ലെ? പെയിൻ കില്ലേഴ്സിനാണോ അതോ ആന്റിബയോട്ടിക്സിനോ? പെയിൻ കില്ലേഴ്സിനാണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ അലർജി അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പെയിൻ കില്ലേഴ്സിന് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ തന്നെ ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ പേഷ്യൻസിന്റെ അടുത്ത് എന്തെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ അലർജി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ അല്ലെ? എല്ലാവരുടെ അടുത്തും പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഡോക്ടർ മരുന്ന് എഴുതുന്നതിന് മുമ്പ്. മരുന്ന് എഴുതുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും പൊതുവായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം അല്ലെ? അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്. ചില പേഷ്യൻസിന് അഡ്മിറ്റ് ആണെന്ന് പറയുമ്പോ അവർക്ക് പെട്ടെന്ന് ഒരു പേടി വരും അല്ലെ? ടെൻഷൻ സ്ട്രെസ് വരാറുണ്ടോ? ചില ഹോസ്പിറ്റലില് റൗണ്ട്സിനൊക്കെ ഡോക്ടേഴ്സ് വരുമ്പോ അവര് കുറച്ചും കൂടി അവർക്ക് കൗൺസിലിംഗ് പോലെ ക്ലാസ്സുകൾ കൊടുക്കും അല്ലെ? ചില പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? കൂടുതൽ ഈ എഡ്യൂക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ളിടത്താണ് പേഷ്യൻസിന് എന്ത് ചെയ്യും? അവർക്കൊരു കൗൺസിലിംഗ് പോലെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ മെന്റൽ സ്റ്റാറ്റസ് അവരെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. എന്താണ്? ഓരോ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം അല്ലെ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇന്ന പേഷ്യൻസിനെ ഇന്ന OP നമ്പറുള്ള പേഷ്യൻസിനെ ഇന്ന ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അഡ്മിഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക് അല്ലെ? എന്താണ്? ഓരോ പേഷ്യൻസിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച് എഴുതുന്ന ട്രീറ്റ്മെന്റ് ബുക്ക് ഉണ്ട്. അതേപോലെ റിപ്പോർട്ടുകൾ എഴുതുന്ന റിപ്പോർട്ട് ബുക്ക് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്ത് ചെയ്യണം? ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ, MLC രജിസ്റ്റർ. കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ ലീഗൽ കേസ് എന്നും പറയും, മെഡിക്കൽ ലീഗൽ കേസ് എന്നും പറയും, മെഡിക്കോ ലീഗൽ കേസ് എന്നും പറയും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എടുത്തോ? MLC എടുത്തോ? എത്തിയിട്ടില്ല? ഇല്ല. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താണ്? നാച്ചുറൽ അല്ലാത്ത എന്തെങ്കിലും ഇഞ്ചുറീസോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് കൊണ്ടുവരൂലേ? ആക്സിഡന്റ് പറ്റുക, റേപ്പ് അറ്റംപ്റ്റ് നടത്താം, പോയിസണിങ് നടത്താം, പോയിസണിങ് ഏൽക്കുക, സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടക്കുന്ന പേഷ്യൻസ് അതൊക്കെ എന്താണ്? കേസാവാൻ സാധ്യതയുള്ളതാണ് അല്ലേ? പോലീസ് കേസാവാൻ സാധ്യതയുള്ള കേസുകളല്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അൺനാച്ചുറൽ ആയിട്ടുള്ള അല്ലെ? സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിക്കൊണ്ടുവരുന്ന കേസുകളെയാണ് മെഡിക്കൽ ലീഗൽ കേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതെന്ത് വരും? അങ്ങനെയുള്ള ഒരു കേസുകൾ വന്നു കഴിഞ്ഞാൽ എന്തോ പിന്നീട് അത് പോലീസ് കേസ് ആവും അല്ലേ? പോലീസിന്റെ അന്വേഷണം, എൻക്വയറീസ് അല്ലേ? ഒരുപാട് ഫോർമാലിറ്റീസ് വരുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കേസുകളെ ഇവർ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണ്ടേ? ആ കേസുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെ? ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഏത് സമയത്താണ് വന്നത് അല്ലെ? എന്നാണ് കൊണ്ടുവന്നത്? എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് അല്ലെ? എന്ത് ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ടാണ് ആ പേഷ്യൻസിനെ കൊണ്ടുവന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന റെക്കോർഡിനെയാണ് മെഡിക്കൽ ലീഗൽ കേസ് റെക്കോർഡ്, മെഡിക്കൽ ലീഗൽ എന്താണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെയാണോ? നെക്സ്റ്റ്
നെക്സ്റ്റ് വരുന്നത് എന്താണ്? അപ്ഡേറ്റ് വാർഡ് സെൻസസ്. വാർഡ് സെൻസസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വാർഡിലെ പോപ്പുലേഷൻസ്, അതായത് പേഷ്യൻസിന്റെ നമ്പേഴ്സ് ഒരേപോലെ ആയിരിക്കോ? സെയിം ആയിരിക്കോ? ആണോ? അല്ല അല്ലെ. ഏറ്റവും ചില ദിവസം ചില പേഷ്യൻസ് കൂടുതൽ ഉണ്ടാവുക അല്ലെ. ചിലപ്പോ എന്താണ് വൈകുന്നേരം ആകുമ്പോഴേക്കിനും 2 or 3 പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. വാർഡിലെ സംഖ്യ, പേഷ്യൻസിന്റെ നമ്പേഴ്സ് എന്ത് ചെയ്യാ? അപ്ഡേഷൻ നടത്താം. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വാർഡ് സെൻസസിൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ അപ്ഡേഷൻസ് നടത്തണം അല്ലെ. ഒരു പേഷ്യൻസിനെയും കൂടി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ. 5 പേഷ്യൻസ് ഉള്ളവർക്ക് അത് 6 ആയിട്ടുണ്ട് അല്ലെ. അപ്ഡേഷൻസ് നടത്തണോ? അപ്പൊ എന്താണ്? വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് നഴ്സസ് നോട്ട്സ്. നഴ്സസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിനെ കുറിച്ചും നഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പ നോട്ട്സുകൾ തയ്യാറാക്കുന്നുണ്ട്. ഒരു പേഷ്യൻസിന് ഇന്ന മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പേഷ്യന്റ് എന്താണ്? നഴ്സുകൾ നോട്ട്സുകൾ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെയുള്ള നോട്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം. എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള നമ്മ ശാരീരിക വിലയിരുത്തൽ നടത്തല്ലേ. ഇപ്പൊ നമ്മ ഫസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് പ്രിലിമിനറി ഒബ്സർവേഷൻ അല്ലെ. ആ പ്രിലിമിനറി ഒബ്സർവേഷൻ നമ്മ എന്താ നടത്തുന്നത്? ഫിസിക്കലി ഉള്ള ഒരു ഒബ്സർവേഷൻ അല്ലേ നമ്മ നടത്തുന്നത്? ഫിസിക്കലി ഉള്ള ഒരു ഒബ്സർവേഷൻ അല്ലേ നടത്തുന്നത്? ഫിസിക്കലി അല്ല, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു അല്ലെ. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്കിന്നിലുള്ള കളർ ചേഞ്ചസ് അല്ലെ. ഇതിൽ പറയുന്നത് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം. എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെ, സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പേഷ്യൻസിനെ കുറിച്ചുള്ള ഫിസിക്കൽ അസസ്മെന്റ്, ശാരീരിക വിലയിരുത്തൽ നടത്തുക. ഒരു പേഷ്യൻസിന് എന്തൊക്കെ അസുഖങ്ങളുണ്ട് അല്ലെ, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകളിൽ നിന്ന് അവർക്ക് എന്ത് അസുഖമാണ് ഡയഗ്നോസിസ് ചെയ്തത്, അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, സിംറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങള് എന്താണ്? സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ്, റിവ്യൂ നടത്തുക, അവലോകനം നടത്തുക. ക്ലിയർ ആയോ? മറ്റേത് പറഞ്ഞ എന്താ? ജസ്റ്റ് നമ്മ എന്താണ് ബേസ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. ഇതിൽ പറയുന്നത് പേഷ്യൻസിനെ കുറിച്ചുള്ള ഫിസിക്കൽ അസസ്മെന്റ്. ആ പേഷ്യൻസിന് എന്തൊക്കെ ഹെൽത്ത് ബുദ്ധിമുട്ടുകളുണ്ടോ, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും. അപ്പൊ അതിനു വേണ്ടി ഒരു അവലോകനം, ഫിസിക്കൽ അസസ്മെന്റ് നടത്തുക. നെക്സ്റ്റ് പേഷ്യൻസ് കംഫർട്ട്. പേഷ്യൻസ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന് ഒരു ആശ്വാസം നൽകുന്ന പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ വാർഡില്. നല്ലത് ആശ്വാസം, ട്രീറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് അല്ലെ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങള്, പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച്, അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. നഴ്സ് ബിഹേവിയർ, ഓക്കെ, ബിഹേവിയർ, മറ്റുള്ളവരുടെ പെരുമാറ്റം അല്ലെ, ഡോക്ടേഴ്സിന്റെ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുക. നെക്സ്റ്റ് കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്. ഇപ്പൊ ഡാറ്റാബേസിലേക്ക് കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക അല്ലെ. ചില പേഷ്യൻസിൽ നിന്ന് എല്ലാ സോഷ്യൽ ഡാറ്റാസും കളക്ട് ചെയ്തിട്ടുണ്ടാവോ? ചിലപ്പോ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ അനുസരിച്ച് അല്ലെ ആവശ്യമായിട്ടുള്ള ജസ്റ്റ് അവരുടെ പേരും ഏജും അഡ്രസ്സും അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമായിരിക്കാം ആ സമയത്ത് കളക്ട് ചെയ്തത്. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് വേണ്ടേ? പ്രീവിയസ് റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ പേഷ്യൻസിന്റെ കയ്യില് മുൻപത്തെ
ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡുകൾ ഉണ്ടാവാം അല്ലെ? അവർക്ക് അതിക്ക് മുമ്പ് നടത്തിയ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡുകൾ ഉണ്ടാവാലോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസ്, ക്ലിനിക്കൽ ഹിസ്റ്ററി, അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കളക്ട് ചെയ്യുക, ശേഖരിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, obtain physical order for the test, ലാബ്, മെഡിക്കൽ ആക്ടിവിറ്റീസ്. പിന്നെ എന്താണ്, പേഷ്യൻസിന് വേണ്ടി ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഫിസിഷ്യൻ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ? ഡോക്ടർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ലാബ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും, മെഡിക്കൽ ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, ഡയറ്റ് കൺട്രോളുകൾ, എക്സസൈസുകൾ അല്ലെ? തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുക, ഒബ്റ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് 6th ആണ് പറഞ്ഞത് ചാർട്ടിങ്. നെക്സ്റ്റ് വരുന്നത് 7th പറയുന്നത് ഫോളോ ഓർഡർ ബൈ ദി കൺസൾട്ടന്റ്. എന്താണ്? ഡോക്ടറിന്റെ, കൺസൾട്ടന്റിന്റെ ഓർഡർ ഫോളോ ചെയ്യുക അല്ലെ? എന്തൊക്കെയാണ്? ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ, the nurse must make arrangements to carry out. ഡോക്ടർ ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യക്ക്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? നഴ്സ് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് നിർബന്ധമായും ചെയ്തു കൊടുക്കുക. ഇപ്പൊ ചില പേഷ്യൻസിന് ലാബ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ ആൻജിയോഗ്രാമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്ത് വേണം? അതിന് വേണ്ട പേപ്പേഴ്സ് ശരിയാക്കണം അല്ലെ? അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കണം അല്ലെ പേഷ്യൻസിന്? ഇപ്പൊ ചില പേഷ്യൻസിന് ലാബിലേക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരെടുത്തു വന്ന് സാമ്പിൾ കളക്ട് ചെയ്യണ്ടേ? ആണോ? അപ്പൊ അതിനെന്ത് ചെയ്യണം? ലാബിലേക്ക് വിളിച്ച് അവരോട് പറയത് വേണോ? ലാബില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫോം കൊടുക്കണം അല്ലെ? പിന്നെന്താണ്? മൊബൈൽ എക്സ്റേ ഉണ്ട് അല്ലെ? മൂവബിൾ ആയിട്ടുള്ള പോർട്ടബിൾ എക്സ്റേ മെഷീൻ ഉണ്ട് അല്ലെ? മുൻകൂട്ടി വിളിച്ച് പറയണം. അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സുകൾ നടത്തുക. ക്ലിയർ ആയോ? പിന്നെ ചില സമയത്ത് പേഷ്യൻസിന് എന്താണ്? ഭക്ഷണങ്ങൾ കൊടുക്കണം അല്ലെ? അതിക്ക് മുമ്പ് ഇന്ന ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെ, ഇന്ന ടൈമിലായിരിക്കണം ഫുഡ് കൊടുക്കേണ്ടത് അല്ലെ? അവര് ഇത്ര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? അങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അറേഞ്ച്മെന്റ്സുകൾ വേണം. അതല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വീൽ ചെയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ? അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് നഴ്സ് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, ക്യാരി ഔട്ട് അതർ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ ഇഫ് എനി. അത് തന്നെ പറയുന്നതാണ്. എന്താണ്? പേഷ്യൻസിന് ഡോക്ടർ വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ചെയ്തു കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. ഇഫ് എ പേഷ്യന്റ് ഈസ് വിയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, the patient's clothes should be handed over the relatives. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ഇപ്പൊ ICUല് കയറ്റാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് കയറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്രസ് ധരിപ്പിക്കും അല്ലെ പേഷ്യൻസിനെ കൊണ്ട്? ആ സമയത്ത് എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ ഡ്രസ് പേഷ്യൻസിനെ ധരിപ്പിക്കുമ്പോൾ പേഷ്യൻസിന്റെ ക്ലോത്ത്സ് ആർക്ക് കൊടുക്കുക? പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് കൈമാറുക അല്ലെ? പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് കൊടുക്കാറില്ലേ? ഇപ്പൊ ലേബർ ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കും അല്ലെ? ഇപ്പൊ ലേബർ റൂമിലേക്ക് കയറ്റുമ്പോഴൊക്കെ കൊടുക്കും അല്ലെ? ലേഡിയുടെ വുമണിന്റെ ഡ്രസ് എന്ത് എടുക്കും? റിലേറ്റീവ്സിന് കൈമാറും.
അപ്പൊ പേഷ്യൻസിനെ ഹോസ്പിറ്റൽ ഡ്രസ് വിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഡ്രസ് റിലേറ്റീവ്സിന് കൊടുക്കുക. In the case of absence of relative, clothing is numbered, labeled and kept in store until such time it is handed over to relatives. ചില സമയത്ത് ഇപ്പൊ ആക്സിഡന്റ് പറ്റി കൊണ്ടുവരാണ്, അപ്പൊ ആ സമയത്തൊക്കെ റിലേറ്റീവ്സ് കൂടി ഉണ്ടാവും. ആക്സിഡന്റ് പറ്റി ആ സ്പോട്ടിലുള്ള ആളുകളായിരിക്കും അല്ലെ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിലേക്ക് അല്ലെ. ആ സ്പോട്ടിൽ ആരാണോ ഉള്ളത് അവരായിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഹോസ്പിറ്റലിന്റെ റിലേറ്റീവ്സ് ആബ്സെന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാ, ആ പേഷ്യൻസിന്റെ ഡ്രസ്സുകൾ എന്താണ് അവരെ നമ്പർ ചെയ്ത് ലേബൽ ചെയ്ത് സൂക്ഷിക്കുക. അതിനുശേഷം റിലേറ്റീവുകൾ വരുമ്പോൾ അവർക്ക് കൈമാറുക. നെക്സ്റ്റ്, ഓക്കെ. Encourage the client to send jewelry, money and other valuables such as watches to home with the relatives. എന്ത് ചെയ്യാ, പേഷ്യൻസിന്റെ കയ്യിൽ അല്ലെ എന്താണ് ജ്വല്ലറീസ് ഉണ്ടാവുക, പൈസ ഉണ്ടാവുക, മൊബൈൽസ് ഉണ്ടാവുക, വാച്ചുകളൊക്കെ ഉണ്ടാവുക അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാ, റിലേറ്റീവ്സിനോട് അതിനൊരു അവയർനെസ് കൊടുക്കുക. എന്താണ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്താണ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കളവ് നടക്കാം അല്ലെ. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് അല്ലെ ഹോസ്പിറ്റല്, പലതരത്തിലുള്ള ആളുകൾ വരുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് പറയണം, പറയാറില്ലേ അത് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന്റെ ജ്വല്ലറി ഒക്കെ ഊരി തരുമ്പോ പറയാറില്ലേ നമ്മുടെ അടുത്ത് എന്താണ് ഇത് സൂക്ഷിക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ സൂക്ഷിക്കാൻ പറയില്ലേ, അതല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയില്ലേ. അപ്പൊ എന്താ എൻകറേജ്, എന്താണ് ക്ലയന്റിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്, ജ്വല്ലറി, മണി ആൻഡ് അതർ വാല്യുബിൾ, മറ്റ് വില കൂടിയ സാധനങ്ങൾ എന്താണ് മൊബൈൽസ്, വാച്ച്, അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിന് വേണ്ടി. Make him understand if he keeps something with himself, it is at his own risk. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ അത് നിങ്ങൾ അവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ തന്നെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് സ്വന്തം റിസ്കിലാണ് അല്ലെ. അതെന്തെങ്കിലും കളവ് നടന്നാല് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരോ എന്ത് ഉത്തരവാദികളല്ല എന്ന് പറയൂല്ലേ നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലില് പറയാറില്ലേ. അപ്പൊ എന്താ, നിങ്ങൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കണമെന്ന് അവരടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ക്ലിയർ ആയില്ലേ? അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാമല്ലോ. ഇപ്പൊ നമ്മ പറഞ്ഞത് എന്താണ്, നമ്മുടെ OPD-യിൽ വന്ന പേഷ്യൻസിനെ IPD-യിൽ അഡ്മിറ്റ് ആക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയർ ആണ് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് എന്താണ് IPD-യിൽ അഡ്മിറ്റ് ആക്കുന്ന അഡ്മിഷൻ പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് നോക്കി, അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ആക്കുന്ന പ്രൊസീജിയർ നടപടികൾ എന്തൊക്കെയാണ്? When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to structures. എന്ത് ചെയ്യുക? ഒരു പേഷ്യൻസിനെ എമർജൻസി കണ്ടീഷനിൽ ഹോസ്പിറ്റൽ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ആരെയാണ് അറിയിക്കേണ്ടത്? ഫസ്റ്റ് തിങ് ദേ ഡു ഈസ് ഗിവ് എ കോൾ ടു വാർഡ് ബോയ്സ് ആൻഡ് പേഷ്യന്റ് അറ്റൻഡേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുക? വാർഡ് ബോയ്സിനെയോ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സിനെ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ സ്ട്രക്ചറിലേക്ക് മാറ്റണം അല്ലേ. സ്ട്രക്ചറിലേക്ക് മാറ്റണോ? അതെല്ലാവർക്കും മാറ്റാൻ പറ്റുമോ? എന്നുവെച്ചാല് അതിന് ഒരു പ്രത്യേക ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ചിലപ്പോ പൊള്ളലേറ്റ് കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അവരെയൊക്കെ
കിടത്തേണ്ട രീതിയില്ലേ, പൊസിഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ആദ്യം തന്നെ ആരെ അറിയിക്കുക? പേഷ്യൻസ് അറ്റൻഡേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസ് വാർഡ് ബോയ്സിനെ അറിയിക്കുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വരുന്നത് ആദ്യം വാർഡ് ബോയ്സിനെയും അറ്റൻഡറിനെ വിളിച്ചിട്ട് നെക്സ്റ്റ് ആരെ വിളിക്കണം? ഡോക്ടറിനോട് പറയണല്ലേ, എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. എന്താണ്? മെഡിക്കൽ ഓഫീസറിനെ വിളിച്ച് വിവരം പറയുക അല്ലെ, വിവരം അറിയിക്കുക. After the medical officer examines the patients, they ask him as to where they have to shift the patients. എന്താണ്? പേഷ്യൻസിനെ ആ ഒരു മെഡിക്കൽ ഓഫീസർ, ആ ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്തതിന് ശേഷം അല്ലെ, വിലയിരുത്തിയതിന് ശേഷം ഡോക്ടർ എന്ന് പറയുന്ന പേഷ്യൻസിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ? വാർഡിലേക്ക് കൊണ്ടുപോകണോ, റൂമിലേക്ക് കൊണ്ടുപോകണോ, വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകണോ, ICUലേക്ക് കൊണ്ടുപോകണോ അല്ലെ? അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും സ്കാനിങ്ങുകൾ ചെയ്യണോ അല്ലെ? ചിലപ്പോ എന്താണ്, സർജറി ചെയ്യണോ അല്ലെ? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് കൊണ്ടുപോകണോ അല്ലെ? അപ്പൊ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ഈ ഡോക്ടറുടെ എക്സാമിന് ശേഷം ഡോക്ടർ പറയുന്നു. വിലയിരുത്തലിന് ശേഷം ഡോക്ടർ പറയുന്നു. ക്ലിയർ ആയോ? Next, generally they shift to the patients to the ICU, and after the patients become stable, only then shift the patients to the concerned ward. Generally പൊതുവെ സാധാരണയായിട്ട് ഈ പേഷ്യൻസിനെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ICUയിലേക്കായിരിക്കും അല്ലെ? ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനേക്കാൾ അല്ലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും അല്ലെ, ICUയിലേക്കായിരിക്കും മാറ്റേണ്ടത്. അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, പിന്നെന്താണ്, ഓരോ കാര്യങ്ങളൊക്കെ അല്ലെ, മരുന്നുകള്, ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ആയതിനു ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? ICUയിൽ നിന്ന് അവർക്ക് ഉചിതമായിട്ടുള്ള വാർഡുകളിലേക്ക് മാറ്റുന്നു. ക്ലിയർ ആയോ? Next, after counseling with the consultant and permission of the same, they register patient in the IPD register and in their softwares too. എന്താണ്? പേഷ്യൻസിനെ എന്താണ് ഡോക്ടർ കൺസൾട്ടന്റ് കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം അല്ലെ, വിലയിരുത്തിയ അസസ്മെന്റ് ഒക്കെ നടത്തി അവരെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം എന്താണ്, IPDയിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാണ് അല്ലെ? ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടർ അവരെ എക്സാമിൻ ചെയ്തതിന് ശേഷം പറയാണ്, എന്താണ്, പേഷ്യൻസിനെ ഇവിടെ അഡ്മിറ്റ് ആക്കണം അല്ലെ, തുടർ ചികിത്സയ്ക്ക് വേണ്ടി പേഷ്യൻസിനെ ഇവിടെ അഡ്മിറ്റ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മ IPDയിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പൊ എന്താ, പേഷ്യൻസിനെ കൺസൾട്ടന്റ് അല്ലെ, ഡോക്ടർ കൗൺസിലിംഗ് അതായത് ഇത് ചെക്കപ്പ് ചെയ്തതിന് ശേഷം എന്താണ്, പേഷ്യൻസിന് എന്താണ് IPDയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള, അവരെ അഡ്മിറ്റ് ആക്കി അതിനുശേഷം IPDയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. കൂടാതെ എന്താണ്, IPD സോഫ്റ്റ്വെയറിലേക്ക് അല്ലെ, ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർസിലേക്ക് അവരുടെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. Next, fill the patient concern form and after telling the purpose and meaning of the form, get it signed by the patient relatives. എന്താണ്, പേഷ്യൻസിനെ കുറിച്ചുള്ള പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങുന്നു അല്ലെ, അഡ്മിഷന്റെ സമയത്ത്. അപ്പൊ നമുക്ക് പറഞ്ഞു തരാറുണ്ടോ, നമ്മള് ഇപ്പൊ OPDയിൽ വന്നിട്ട് അഡ്മിറ്റ് ആക്കുന്നതാണെങ്കിലോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പറഞ്ഞു തരാറില്ലേ, സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങുമ്പോ അതിന്റെ ഉദ്ദേശം എന്താണ് അല്ലെ, എന്തിനു വേണ്ടിയാണ് അത് സൈൻ ചെയ്യിക്കുന്നത് എന്ന് പറയാറില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ ആ സമ്മതപത്രം കൺസെന്റ് ഫോം
സൈൻ ചെയ്ത് വാങ്ങിയതിന്റെ ഉദ്ദേശം എന്താണെന്നും അതിന്റെ മീനിങ്ങും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ്, സെൻഡ് ദ ഫയൽ ഓഫ് പേഷ്യൻസ് ടു ദി കറസ്പോണ്ടിങ് ward where the medical officer has asked the patients to be shifted. എന്താണ് പേഷ്യൻസിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ആ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പറയുകയും എന്താണ് പേഷ്യൻസിന്റെ ഫയൽ എന്താണ് കൺസേൺഡ് വാർഡിലേക്ക് സെൻഡ് ചെയ്യണല്ലേ. ഒരു കൺസേൺഡ് വാർഡിലുള്ള ഇൻചാർജ് ആയിട്ടുള്ള നഴ്സിന്റെ അടുത്ത് ഫയൽ കൊടുക്കണ്ടേ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്? ഇപ്പൊ കാർഡിയാക് വാർഡിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആദ്യം തന്നെ ഫയൽ ഇട്ടണം അല്ലെ നഴ്സിന് അല്ലെ. അപ്പൊ എന്താ ഡോക്ടറുടെ എന്താണ് ഷിഫ്റ്റ് ഫയൽ കൊടുക്കണം. അവർക്ക് ആദ്യം തന്നെ ഫയൽ എത്തിച്ചു കൊടുക്കണം ആ കൺസേൺഡ് വാർഡിലേക്ക് അല്ലെ. അപ്പൊ മെഡിക്കൽ ഓഫീസർ പറയാണ് ഈ രോഗിയെ ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് ഒരു കാർഡിയാക് വാർഡിലേക്ക്, അല്ലെങ്കിൽ നെഫ്രോ വാർഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇന്ന ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയും എന്താണ് പേഷ്യൻസിന്റെ ഫയല് ആ വാർഡിലേക്ക് എത്തിച്ചു കൊടുക്കുക സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, confirming that the file of the patient is received by the MO of the corresponding ward. പേഷ്യൻസിനെ മാറ്റുന്ന വാർഡിലെ മെഡിക്കൽ ഓഫീസർ ആ ഫയല് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? MO എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഓഫീസർ കേട്ടോ. MO എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഓഫീസർ കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വായിച്ചേ. നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. 3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. MLC മെഡിക്കൽ ലീഗൽ കേസ് എന്നും പറയും, മെഡിക്കോ ലീഗൽ കേസ് എന്നും പറയും കേട്ടോ. എക്സാമിന് ചിലപ്പോ ഓപ്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഡൗട്ട് വരണ്ട. ഇതെല്ലാം കൂടി ഏതാണ്? ഇപ്പൊ പറഞ്ഞതാണോ മിസ്? ഇപ്പൊ പറഞ്ഞതാണോ? അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണോ? ഓക്കെ. എന്ന് വെച്ചാല് എന്താണ് ഒരു പേഷ്യൻസിനെ അഡ്മിഷൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യന്റ് പൊള്ളലേറ്റിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ടോ എന്താണ് ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണെന്ന് അവർക്ക് ഉറപ്പ് ലഭിച്ചാൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാല് അവരെന്താണ് ഹോസ്പിറ്റൽ ക്യാമ്പസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക വാർഡ് ബോയ്സിനെയോ അല്ലെങ്കിൽ പേഷ്യൻസ് അറ്റൻഡർ അല്ലേ അറ്റൻഡർ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില് അറ്റൻഡറിനെ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ സ്ട്രക്ചേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. രണ്ടാമത് പറയുന്നത് അതിനുശേഷം അവരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അല്ലെ പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻട്രൻസ് കയറ്റിയാൽ തന്നെ എന്ത് ചെയ്യണം ഡോക്ടറുടെ ലഭ്യത ഉറപ്പ് വരുത്തണം അല്ലെ. ഡോക്ടർ വേണ്ടി അവിടെ ഡോക്ടർ ആബ്സെൻസ് ആണെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറ്റി. പക്ഷെ ഡോക്ടർ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാം അല്ലെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് ആണെങ്കിൽ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. നെക്സ്റ്റ് എന്താണ് മെഡിക്കൽ ഓഫീസർ ഈ രോഗിയെ എക്സാമിൻ ചെയ്തതിന് ശേഷം അല്ലെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്നു പേഷ്യൻസിന് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ICUലേക്ക് കൊണ്ടുപോകണോ, വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകണോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണോ എന്ന് എന്താണ് മെഡിക്കൽ ഓഫീസർ അവരുടെ വിലയിരുത്തലിന് ശേഷം പറയുന്നു. നെക്സ്റ്റ് എന്താണ് ജനറലി സാധാരണയായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ICUയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള് കെയർസ് ഒക്കെ ലഭിച്ച് കൊടുത്ത് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം അല്ലെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയതിനു ശേഷം അവരെന്താണ് കൺസേൺഡ് വാർഡിലേക്ക് അല്ലെ അവർക്ക് ഉചിതമായിട്ടുള്ള വാർഡുകളിലേക്ക് മാറ്റുന്നു. കിട്ടിയോ? ഇത് ഫസ്റ്റത്തെ മാർക്ക് ചെയ്തോ കേട്ടോ. ഫസ്റ്റത്തെ ചോദിക്കാം. ഫസ്റ്റ് ആരെയാണ് വിവരം അറിയിക്കേണ്ടത് എന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ മെഡിക്കൽ ഓഫീസർ ചോദിക്കാം.
പിന്നെ നാലാമത്തെ മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കണക്ട് ചെയ്ത് പഠിക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്യാ, പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ആരറിയിക്കുക, വാർഡ് ബോയ്സിനെയോ അറ്റൻഡറിനെ വിവരം അറിയിക്കുക. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷം എന്താണ്, ഡോക്ടറിനെ വിവരം അറിയിക്കുക. ഡോക്ടർ വന്നിട്ട് എന്ത് ചെയ്യും, രോഗിയെ എക്സാമിൻ ചെയ്യും അല്ലെ. വിലയിരുത്തൽ നടത്തിയിട്ട് ഡോക്ടർ പറയും എങ്ങോട്ടാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പൊതുവെ സാധാരണയായിട്ട് പേഷ്യൻസിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും അല്ലെ. അതിനുശേഷം അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, കെയേഴ്സ്, മരുന്നുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം അവർക്ക് ഉചിതമായിട്ടുള്ള വാർഡുകളിലേക്ക് മാറ്റുന്നു. ഇത്രയും കണക്ട് ചെയ്യാലോ നമുക്ക് പെട്ടെന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ്, മരുന്നുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അവർ അഡ്മിറ്റ് ആക്കുകയാണ് അല്ലെ. ഒരു രോഗിനെ കൊണ്ടുവന്ന് ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറയാണ് ഇവിടെ അഡ്മിറ്റ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ OP രജിസ്റ്റർ ചെയ്താൽ മതിയാ. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് OP രജിസ്റ്റർ ചെയ്താൽ മതിയാ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാ മതിയോ? പോരാ അല്ലെ. IPDയിലേക്ക് രജിസ്റ്റർ ചെയ്യണം അല്ലെ, അവരെ അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പൊ എന്താണ്, IPDയിലായിരിക്കണം അവരുടെ ഡീറ്റെയിൽസ് വരുന്നത് അല്ലെ. അപ്പൊ എന്താ, അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റെക്കോർഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്. അപ്പൊ എന്ത് ചെയ്യും, ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങും അല്ലെ. സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങും. അപ്പൊ എന്താ, പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോ നമ്മളെ കൊണ്ട് അല്ലെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങും. അപ്പൊ ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് എന്തോ കൊടുത്ത ആ കൺസേൺ ഫോം എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് സൈൻ ചെയ്ത് വാങ്ങിയത്, അതിന്റെ മീനിങ്ങും പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആക്കി പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങി, പേഷ്യൻസിന്റെ വിവരങ്ങൾ IPD രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, പേഷ്യൻസിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ, റെസ്പോണ്ടിങ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പേഷ്യൻസിന്റെ ഫയൽ എത്തിച്ചു കൊടുക്കണം ആ കൺസേൺഡ് വാർഡിലെ ഇൻചാർജർക്ക്, നഴ്സിന്, മെഡിക്കൽ ഓഫീസർക്ക്. അപ്പൊ മെഡിക്കൽ എന്താണ്, പേഷ്യൻസിനെ ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് എന്താണ്, ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ഉറപ്പാക്കണം, നേഴ്സ്. നെക്സ്റ്റ് എന്താണ്, ആ മെഡിക്കൽ ഓഫീസർ ആ ഫയൽ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെ, റിസീവ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് അത് ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? കണക്ട് ചെയ്യാലോ, എല്ലാം കണക്ട് ചെയ്യാലോ നിങ്ങൾക്ക്. ഇനി ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ മിസ് സ്റ്റാർട്ട് ചെയ്യട്ടെ, അതോ ഇനി നോക്കണോ? ഫസ്റ്റത്തെ സെക്ഷൻ നോക്കണോ ഇനി നിങ്ങൾക്ക്? നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാലോ, എന്താ ചെയ്യണ്ടേ, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ വാർഡ് ആണ്. അറിയാലോ ഹോസ്പിറ്റൽ വാർഡ് എന്താണ്? ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലെ വാർഡ് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റൽ വാർഡ്? അക്കോമഡേറ്റ് ചെയ്യുന്നത് ഒരാളെയാണോ ആ ഒരു വാർഡില്, ആ ഒരു റൂമിൽ അഡ്മിറ്റ് ആക്കുന്നത് ഒരാളെയാണോ? അല്ല അല്ലെ, ഒരുപാട് ആളുകൾ അല്ലെ, മെനി പീപ്പിൾസ് അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് ഇതിന്റെ അറ്റ് എ ടൈം അല്ലെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലേ, താമസിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും?
സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പലതരത്തിലുള്ള വാർഡുകൾ ഉണ്ട് അല്ലെ. കാർഡിയാക് വാർഡ് ഉണ്ട്, ഓങ്കോളജി വാർഡ് ഉണ്ട് അല്ലെ, ന്യൂറോളജി ഉണ്ട്, ഓർത്തോ വാർഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഓരോ വാർഡിലുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും? സിമിലർ ട്രീറ്റ്മെന്റ്. പീഡിയാട്രിക് വാർഡ് ഉണ്ട്, ഗൈനക് വാർഡ് ഉണ്ട് അല്ലെ. വെറൈറ്റി ഇൽനെസ് ആണ്, പക്ഷെ ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെ. ഇപ്പൊ പീഡിയാട്രിക് സെക്ഷനിൽ എങ്ങനെയായിരിക്കും? കുഞ്ഞുങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കില്ല അവിടെ. ഓർത്തോ വാർഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഓർത്തോ റിലേറ്റഡ് അല്ലെ, ജോയിന്റ്, നമ്മുടെ എല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരായിരിക്കില്ലേ, എല്ല് രോഗമായി അല്ലേ. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ആരാ? ഓങ്കോളജി വാർഡിൽ ആരായിരിക്കും? ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ ക്ലിയർ ആയോ? സിമിലർ ട്രീറ്റ്മെന്റ് അല്ലെ, ഒരേപോലെയുള്ള, അതായത് സിമിലർ ആയിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അറ്റ് എ ടൈം ഒരുപാട് പേഷ്യൻസിനെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യുന്ന, താമസിപ്പിക്കുന്ന എന്താണ്, ഒരു റൂമിനെയാണ് വാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞെന്നാണ്. ആ വാർഡിൽ നമ്മൾ സ്റ്റേ, ആ ഒരു പേഷ്യന്റിന്റെ കിടക്കുന്ന ആ കാലദൈർഘ്യം, ഇപ്പൊ 2 ആഴ്ച കിടക്കണോ, അതല്ലെങ്കിൽ ഒരാഴ്ച കിടക്കണോ, അല്ലെങ്കിൽ ഒരു 3 ദിവസം കിടക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലേ. ആ പേഷ്യൻസിന്റെ അസുഖത്തിന്റെ തീവ്രതയെ അടിസ്ഥാനമാക്കിയാണോ? ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് അല്ലെ. ഒരു പേഷ്യൻസിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ, ആ പേഷ്യൻസിന്റെ അസുഖത്തിന്റെ അല്ലെ കണ്ടീഷന്റെ തീവ്രതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്താണ് വാർഡില് അവര് എത്ര ദിവസം താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? മിസ് എടുത്തോട്ടെ. നോക്കിയേ, ഹോസ്പിറ്റൽ വാർഡ് ഡെഫിനിഷൻ നോക്കിയേ. എ വാർഡ് ഈസ് എ റൂം. ഒരു വാർഡ് എന്ന് പറയുന്നത് ഒരു റൂമാണ്. ഇൻ എ ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് നമ്മൾ വാർഡ് എന്ന് പറയുന്നത്. വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ, ഓഫൺ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ്, ഒരുപാട് പേഷ്യൻസിനുള്ള ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് വാർഡ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കുള്ളത്? ഒരേപോലെയുള്ള അല്ലെ, സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ആയിരിക്കും അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്, താമസിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓങ്കോളജി വാർഡ് ആണെങ്കിൽ അവിടെ ആരായിരിക്കും? ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ഓർത്തോ വാർഡാണെങ്കിൽ അവിടെ ആരായിരിക്കും? എല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന ജനറൽ വാർഡിൽ ആരായിരിക്കും? പനിയോ അല്ലെ, അങ്ങനെയുള്ള അസുഖങ്ങളായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരേപോലെ വരുന്ന ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന പേഷ്യൻസിനെയാണ്, ആളുകളെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് ദ കണ്ടീഷൻ. ഒരു വാർഡില് എന്താണ് പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്? എന്താണ്, ലോങ് സ്റ്റേ ആണോ അല്ലെ, ഒരുപാട് ദിവസം കിടക്കണോ, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം കുറച്ച് ദിവസം, ഒരു 3 ദിവസം കിടന്നാ മതിയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അവരുടെ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. സെവറിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത. അവരെ അസുഖത്തിന്റെ തീവ്രതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇതൊക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ. പർപ്പസ് ഓഫ് the purpose of any hospital ward. ഒരു ഹോസ്പിറ്റൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്തൊക്കെയായിരിക്കും? ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ വാർഡില് അഡ്മിറ്റ് ആക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകാര്? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ, രോഗനിർണയവും ട്രീറ്റ്മെന്റും ഇല്ലേ.
diagnosis and treatment. Early treatment. സിക്കിനെ കുറിച്ച് വാല്യുവേഷൻ നടത്താം, വിലയിരുത്തൽ നടത്താം അല്ലെ. പിന്നെ എന്താണ് മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ടോ? ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനം ലഭിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ടോ? നമുക്ക് എന്താണ് ഒരു വാർഡില് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ 24 hours ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം ലഭിക്കില്ലേ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ആ ഒരു സമയം തന്നെ നമ്മുടെ അടുത്ത് നഴ്സുമാര് ഡോക്ടേഴ്സ് ഓടി വരികയാണ് അല്ലേ. പിന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ്സുകളുടെ ലഭ്യത ഉണ്ടോ? നമുക്ക് എക്യുപ്മെന്റുകൾ അല്ലെ, കാർഡിയാക് മോണിറ്റർ അല്ലെ, പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ് പർപ്പസ്. ECG മെഷീൻസ്. Okay, the purpose of any hospital ward. Hospital ward കൊണ്ടുള്ള പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ്? രോഗിന്റെ രോഗനിർണയവും ചികിത്സയും ലഭ്യമാക്കുക. നെക്സ്റ്റ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെ? അസുഖമായിട്ട് വരുന്ന പേഷ്യൻസ് വാർഡിൽ അഡ്മിറ്റ് ആക്കിയിട്ട് തിരിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും? ഹെൽത്ത് വീണ്ടെടുത്തിട്ടല്ലേ, ആരോഗ്യം വീണ്ടെടുത്തിട്ടല്ലേ അവര് പോകുന്നത് ഫൈനായിട്ട്. അപ്പൊ എന്താണ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് ടീച്ചിങ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വാർഡിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് നമുക്ക് ആ പേഷ്യൻസിനുള്ള ടീച്ചിങ് കൊടുക്കുന്നുണ്ടോ? അറിവ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ മെറ്റേണിറ്റി വാർഡ്, ഗൈനക് വാർഡിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് ആ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രഗ്നന്റ് ലേഡീസിന് കുറെ കാര്യങ്ങൾ, ഭക്ഷണക്രമങ്ങളെ കുറിച്ച് അല്ലെ, ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ? പിന്നെ എന്താണ് ഈ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് അല്ലെ, ക്യാൻസർ വാർഡിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല്. പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാലും പൊതുവെ ഉള്ള വാർഡിൽ കിടന്നു കഴിഞ്ഞാലും നമുക്ക് പറഞ്ഞു തരാറുണ്ടോ? നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു തരും അല്ലെ. മരുന്നുകൾ എങ്ങനെ കഴിക്കണം അല്ലേ, മരുന്നുകൾ എങ്ങനെ കഴിക്കണം അല്ലേ, ഭക്ഷണങ്ങൾ എങ്ങനെ, ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ലേ. അപ്പൊ പേഷ്യൻസിനുള്ള അവയർനെസ് അല്ലെ, അവയർനെസ് കൊടുക്കാം. കൂടാതെ എന്താണ് അവയർനെസ് മാത്രമേ ഉള്ളൂ? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് നമുക്ക് മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റുഡൻസിനുള്ള ഒരു എഡ്യൂക്കേഷനും കൂടി അവിടുന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ, വാർഡുകളിൽ നിന്ന് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെ, അവർ രോഗത്തെ കുറിച്ച്, അവർക്ക് കൊടുക്കുന്ന മെഡിസിനുകളെ കുറിച്ച് അല്ലേ, ഒരു എഡ്യൂക്കേഷൻ അവർക്ക് ലഭിക്കുന്നില്ലേ? ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, ടീച്ചിങ്ങിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഗവേഷണം. ഇപ്പൊ ഒരു വാർഡില് ഇതില് പുതിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലേ, ഒരു പുതിയ അസുഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഗവേഷണം നടത്താൻ പറ്റുന്നുണ്ടോ? റിസർച്ചുകൾ നടത്താം അല്ലെ, ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെ ബെറ്റർ ആക്കണം അല്ലെ, അവർക്ക് ഏതൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കണം അല്ലെ, അസുഖം തടയുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം അല്ലെ, മുൻകരുതലുകൾ സ്വീകരിക്കണം അല്ലെ, അങ്ങനെയുള്ള റിസർച്ചുകൾ കൊറോണ ടൈമിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? മിസ് പേര്, ഒരു തമിഴ് മൂവിയില് പേര് മറന്നുപോയി മിസ്. കൊറോണ ഫിലിമിലുണ്ട്, നിപ്പ വൈറസ് മൂവിയിലുണ്ട് അല്ലെ, വൈറസ് മൂവിയില് അല്ലേ, വൈറസ് അല്ലേ, അതിലൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ് അല്ലെ, രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സുകളുടെയും വൈദ്യപരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ,
അല്ലെ? മിസ് പറഞ്ഞു ഒരു വാർഡില് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ സേവനം, നഴ്സുമാരുടെ സേവനമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് കിട്ടോ അങ്ങനെ ഒരു കെയർ? കിട്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താ, പേഷ്യൻസിന് എന്താണ് പ്രൊഫഷണൽ നഴ്സിംഗും വൈദ്യപരിചരണവും ലഭിക്കുന്നതിന് വേണ്ടി നെക്സ്റ്റ് provide necessary equipments, essential drugs and all other stores requirements for patients care in an organized manner. എന്താണ് പേഷ്യൻസിന് നെസസറി ആയിട്ടുള്ള അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളുടെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി, അവർക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഡ്രഗ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് ഓൾ അതർ സ്റ്റോഴ്സ് റിക്വയർമെന്റ്സ് അല്ലെ, എന്താണ് ചിലപ്പോൾ അവർക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാം അല്ലെ, ചിലപ്പോൾ അവർക്ക് എക്സ്റേ എടുക്കേണ്ടി വരാം അല്ലെ, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരാലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോഴ്സുകളുടെ ലഭ്യത അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ, ഡ്രഗ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പേഷ്യൻസിനെ ഹോസ്പിറ്റൽ വാർഡുകളിൽ അഡ്മിറ്റ് ആക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? നമ്മുടെ പേഷ്യന്റ് തീർന്നു. നെക്സ്റ്റ് വാർഡ് മിസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. 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 Thank you, ma'am.